ഭീകരാക്രമണങ്ങൾ. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഭീകരാക്രമണങ്ങൾ എന്നുള്ളത്. പലപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ അറിവും ആലോചനകളും ചിന്തകളുമെല്ലാം ഇമോഷണൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മളുമായി റിലേറ്റ് ചെയ്യുന്ന വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും പോവുക. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താണ് ഈ ഭീകരാക്രമണങ്ങൾ? എങ്ങനെയാണത് സംഭവിക്കുന്നത്? എപ്പോഴാണത് തുടങ്ങിയത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയൊരു ആലോചന, അന്വേഷണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഭീകരാക്രമണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? പലപ്പോഴും പല ഭീകരാക്രമണ വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ചിലപ്പോൾ ഒരു 20 ആളുകൾ അല്ലെങ്കിൽ 30 ആളുകൾ, 100 ആളുകൾ, 200 ആളുകൾ ഇങ്ങനെയൊക്കെ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ കണക്കുകൾ നമ്മൾ വായിക്കാറുണ്ട്. അതാണോ യഥാർത്ഥത്തിൽ ആത്യന്തികമായി ഭീകരാക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്? ഇത്രയും ആളുകളെ കൊല്ലുക, അത്രയും ആളുകളെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണോ? പലപ്പോഴും അല്ല എന്നുള്ളതാണ് ഉത്തരം. തീർച്ചയായും ആ ആളുകളെ കൊല്ലുക എന്നുള്ളത് അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള പടിയാണ്. പക്ഷെ അതല്ല ആത്യന്തികമായി അവരുടെ ലക്ഷ്യം. മറിച്ച് തങ്ങൾ ഉയർത്തുന്ന ലക്ഷ്യങ്ങൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ, അവക്ക് ശ്രദ്ധ കിട്ടുക എന്നുള്ളതാണ് ഭീകരാക്രമണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അതിന് പ്രസക്തി ഉണ്ടാക്കുക. കാരണം ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതെന്തിൻ്റെ പേരിലാണ് എന്നുള്ള ചർച്ചകൾ വരികയും അവരുയർത്തുന്ന ആ ഒരു കോസ്, പൊളിറ്റിക്കൽ കോസ്, അത് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയും അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ വരികയും അങ്ങനെ തങ്ങൾ ഉയർത്തുന്ന ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതുമാണ് ഈ ഭീകരാക്രമണങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് കേവലമായി ആളുകളെ കൊല്ലുക, ആ നമ്പറിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് എപ്പോഴാണ് തുടങ്ങിയത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നമ്മൾ നടത്തിയാൽ നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രൂപത്തിലുള്ള ഭീകരാക്രമണങ്ങൾ, മോഡേൺ ടെററിസം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഭീകരാക്രമണങ്ങൾ, അതിൻ്റെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത് 19-ാം നൂറ്റാണ്ട് മുതലാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത്. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം എന്തുകൊണ്ട് മോഡേൺ ടെററിസം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ടെററിസം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഒരു രീതി, അതായത് നാഷൻ സ്റ്റേറ്റുകൾ രൂപീകരിക്കപ്പെടുകയും ആ സ്റ്റേറ്റുകൾ ചില ആളുകളുടെ അവകാശങ്ങൾ മാനിക്കുന്നില്ല എന്നുള്ള ചില നെറേറ്റീവുകൾ ഉണ്ടാക്കുകയും അത് ആ നാഷൻ സ്റ്റേറ്റുകളെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ള ഒരു രീതി വ്യാപകമാകാൻ തുടങ്ങിയത് ഈ ഒരു കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകളോടുകൂടിയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഏതാനും ചില ഇൻസിഡൻറ്റുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ജൂയിഷ് എക്സ്ട്രീമിസ്റ്റുകൾ AD 1-ാം നൂറ്റാണ്ടിൽ നടത്തിയിട്ടുള്ള റോമൻ ഒഫീഷ്യൽസിനെ ഉള്ള ഒരു അസാസിനേഷനാണ്. റോമൻ ഒക്യുപ്പേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭയം ഉണ്ടാക്കുക എന്നതിൻ്റെ പേരിൽ ജൂയിഷ് എക്സ്ട്രീമിസ്റ്റുകൾ, ജൂത തീവ്രവാദികൾ നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ്. അതുകൂടാതെ ഈ മോഡേൺ ലോകത്തുള്ള ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളെ ഉൾപ്പെടുത്താതെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വ്യാപകമാകാൻ തുടങ്ങിയത് കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകളോടുകൂടിയാണ്. അതിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അത് നമ്മൾ കാണുന്നത് ഒരു അനാർക്കിസ്റ്റ് വേവ് അല്ലെങ്കിൽ അനാർക്കിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ടെറർ അല്ലെങ്കിൽ ടെററൈസ്ഡ് അല്ലെങ്കിൽ ടെററിസം എന്നുള്ള പോലെയുള്ള ആ ടെർമിനോളജികൾ എങ്ങനെയാണ് ഉണ്ടായത്. അത് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭയം ഉണ്ടാക്കിക്കൊണ്ട് ലക്ഷ്യം നേടുക, അത് തന്നെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിക്കൊണ്ട്, അങ്ങനെയാണ് അത്തരത്തിലുള്ള വേർഡ് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഇത്തരം സംഘങ്ങളുടെ ആക്രമണങ്ങൾ, അതിൻ്റെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത് അനാർക്കിസ്റ്റ് വേവുകളോടുകൂടിയാണ്. 1980 മുതൽ ഏകദേശം 1910 വരെ ഉള്ള ആ ഒരു സമയത്ത് നടക്കുന്ന അനാർക്കിസ്റ്റ് വേവുകൾ. അതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കി 1986 നടന്നിട്ടുള്ള ചിക്കാഗോ ഹൈപ്പർ മാർക്കറ്റ് ബോംബിംഗ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. ഈ ലിസ്റ്റിൽ നമ്മൾ എണ്ണുമ്പോൾ ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ എണ്ണുന്ന ഒരു പേരാണ് ചിക്കാഗോ ഹൈപ്പർ മാർക്കറ്റ് ബോംബിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1901 അസാസിനേഷൻ ഓഫ് US പ്രസിഡന്റ് വില്യം മക്കിൻലിയുടെ അസാസിനേഷൻ, ഇതുപോലെയുള്ളതൊക്കെയാണ് നമുക്ക് ഈ അനാർക്കിസ്റ്റ് വേവ് ഭീകരവാദത്തിൽ പ്രധാനമായും എണ്ണാൻ സാധിക്കുന്ന ഒരു കാര്യം. പിന്നെ അതിനുശേഷം പിന്നീട് നമ്മൾ ഇത്തരത്തിലുള്ള സംഘങ്ങൾ, സായുധ സംഘങ്ങൾ, ഭീകര സംഘങ്ങൾ, ഇത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും കാണുന്നത് 1920-കൾ അല്ലെങ്കിൽ 1915 മുതൽ 1960-കൾ വരെയുള്ള ഒരു ബ്രിട്ടീഷ് മാൻഡേറ്റ് പാലസ്റ്റൈനിൽ ആണ് ഇത്തരത്തിലുള്ള ഭീകര സംഘങ്ങൾ പ്രധാനമായിട്ടും കാണുന്നത്. നമുക്കറിയാം 1900-ങ്ങളുടെ തുടക്കത്തിൽ തന്നെ ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജൂതന്മാരെ
പാലസ്തീൻ ലാൻഡിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം അവർ കുടിയേറ്റക്കാരായി അവരേക്ക് എത്തുകയും പിന്നീട് വളരെ ആസൂത്രിതമായ കുടിയേറ്റം നടക്കുകയും ചെയ്യുന്നതൊക്കെ അതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അങ്ങനെ ജൂതന്മാർ ഈ ഫലസ്തീൻ്റെ ലാൻഡിൽ വരികയും അവിടെ വെച്ച് ചില ഭീകര സംഘങ്ങൾക്ക് അവർ രൂപം കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകര സംഘം എന്ന് പറയുന്നത് ഇർഗുൻ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ്. അതുപോലെ തന്നെ ലേഹി അല്ലെങ്കിൽ സ്റ്റേൺ ഗാങ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള അതിൻ്റെ മറ്റൊരു പേരാണ് ലേഹി എന്നുള്ളത്. ലേഹി അതുപോലെ തന്നെ ഇർഗുൻ പോലെയുള്ള ഭീകര സംഘങ്ങളാണ് ഈ ജൂത ഭീകര സംഘടനകളായിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഭീകര സംഘങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് IDF ഉണ്ടാകുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം IDF ഇത്തരത്തിലുള്ള ഭീകര സംഘങ്ങളെ ഒരുമിച്ച് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റിൻ്റെ ഫോഴ്സാക്കി മാറ്റുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള സായുധ സംഘങ്ങൾ സ്റ്റേറ്റ് നേരിട്ടല്ലാതെയുള്ള സായുധ സംഘങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും 1920-കൾ മുതൽ കാണാൻ സാധിക്കുന്നത് പാലസ്റ്റൈനിലാണ്. പാലസ്റ്റൈനിൽ ഈ ജൂത ഭീകര സംഘടനകളാണ് പലസ്തീൻ ഗ്രാമങ്ങളിൽ ആക്രമണങ്ങൾ നടത്തുകയും അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും കിങ് ഡേവിഡ് ഹോട്ടൽ ആക്രമണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പല പാലസ്റ്റൈൻ ഗ്രാമങ്ങളിലും അവർ നടത്തിയിട്ടുള്ള വ്യത്യസ്തമായ ഭീകര പ്രവർത്തനങ്ങൾ, അതായത് റിവറിൽ പിന്നെ വിഷം പിന്നെ ഒഴുക്കി വിടുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല രൂപത്തിൽ ആളുകളെ ടെററൈസ് ചെയ്യുകയും ആളുകളെ കൊല്ലുകയും അതുവഴി ഒരു ഭയം ഉണ്ടാക്കുകയും ചെയ്യുക. ഞങ്ങൾക്കൊരു കോസ് ഉണ്ട്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ജൂത ഭീകര രാഷ്ട്രം ഉണ്ടാക്കണം, അതിന് നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായത് സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂട്ടക്കൊലകളും വംശഹത്യകളും അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അവിടെയുള്ള ഫലസ്തീനികളായ ആളുകൾ കൂട്ടപലായനങ്ങൾ ചെയ്യുന്നത് സിറിയയിലേക്കും അതുപോലെ തന്നെ ചുറ്റുപാടുകളുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും, ജോർദാനിലേക്കും സിറിയയിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ ആളുകൾ ഓടിപ്പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഈ ഇർഗുൻ ലേഹി പോലെയുള്ള ഭീകര സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഭീകര സംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഫലസ്തീനികളെ ആട്ടി ഓടിക്കുന്നു, അതുപോലെ തന്നെ അവർ വംശഹത്യ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോടുകൂടി ഇങ്ങനെ ഭീകര സംഘടനകൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്നു എന്നുള്ള വലിയൊരു മെസ്സേജ് കിട്ടുന്നത് 1948-ൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭീകര രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നതോടുകൂടിയാണ്. ഇതോടുകൂടി ലോകത്തിനൊരു സന്ദേശം കിട്ടുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നിങ്ങൾ സായുധമായി സംഘടിച്ച് സായുധമായി ഇങ്ങനെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയാലും നിങ്ങൾക്ക് സ്റ്റേറ്റ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധിക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തിയിലേക്ക് എത്തും, അതിന് നിങ്ങളെ ലോകം സഹായിക്കും എന്ന ഒരു സന്ദേശം കിട്ടുകയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നതോടുകൂടി സംഭവിക്കുന്നത്. ജൂത ഭീകര രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നതോടുകൂടി അങ്ങനെ ഒരു സന്ദേശം കിട്ടുകയാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതിന് ബദലായിക്കൊണ്ട് മറുഭാഗത്തും സംഘങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുകയാണ്. സായുധ സംഘങ്ങൾ ഇപ്പം ഫലസ്തീനിലുള്ള സായുധ സംഘങ്ങളെ നമ്മൾ പരിശോധിച്ചൊക്കെ ഒരുപാടുണ്ട്. PLOയും അതുപോലെയുള്ള ഒരുപാട് സായുധ സംഘങ്ങൾ, അവിടെയുള്ള മാർക്സിസ്റ്റ് സായുധ സംഘങ്ങളുണ്ട്, സുന്നി സായുധ സംഘങ്ങളുണ്ട്, ഷിയ സായുധ സംഘങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പല പേരുകളിലുള്ള സായുധ സംഘങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ സായുധ സംഘങ്ങൾ മുഖേന ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു ചെയ്തുകൂടാ എന്ന ഒരു യുക്തിയിൽ നിന്നാണ് തിരിച്ചും സായുധ സംഘങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് മറ്റു പല കാരണങ്ങൾ കൊണ്ട്, ലോകത്തിൻ്റെ അല്ലെങ്കിൽ UN-ൻ്റേത് അടക്കമുള്ള ഒരു കൃത്യമായ ഇടപെടലില്ലാത്തതുകൊണ്ടും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പുറത്ത് സ്റ്റേറ്റ് ഉണ്ടാവുന്നില്ല, മറുഭാഗത്ത് ഭീകര സംഘങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് കൊടുക്കുന്ന ഒരു അവസ്ഥ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭീകര രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കും. കീപ്പിംഗ് ദാറ്റ് അസൈഡ്, നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പറയാനല്ല, മറിച്ച് എങ്ങനെയാണ് ഈ ഭീകര സംഘങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർക്ക് ഒരു പരിധി വരെയൊക്കെ ഫലപ്രാപ്തി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 1970-കളിലുള്ള ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി എന്നുള്ള നോർത്ത് ഐലൻഡിൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സായുധ സംഘങ്ങൾ പൗരന്മാരെ ആക്രമിച്ച് വാർത്ത സൃഷ്ടിക്കാനും ലക്ഷ്യം നേടാനും പരിശ്രമിക്കുന്ന ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി IRA ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചരിത്രത്തിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് പിന്നീട് അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടും അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ 1950-കളിലും 60-കളിലും 70-കളിലും 80-കളിലൊക്കെ ആയിട്ട് ലോകത്തുടനീളം കമ്മ്യൂണിസ്റ്റ് ഗറില്ല സംഘങ്ങളും മാവോയിസ്റ്റ് സംഘങ്ങളും പ്രവർത്തനം നടത്തുന്നതായിട്ടും ഗവൺമെൻറ്റുകൾ അട്ടിമറിക്കാനും അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ നമുക്ക് പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഒരു സംഘം, ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, യുവാക്കൾ ചേർന്ന് സായുധമായി സംഘടിച്ച് അത് ആളുകളെ കൊലപ്പെടുത്തി, പലപ്പോഴും നിരപരാധികളായ ആളുകളെ കൊലപ്പെടുത്തി അങ്ങനെ വാർത്തം സൃഷ്ടിച്ച് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാൽ
തങ്ങൾ ഉയർത്തുന്ന പൊളിറ്റിക്കൽ കോഴ്സ് അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാകും എന്ന ഒരു ചിന്ത വ്യാപകമാവുകയാണ്. പ്രത്യേകിച്ചും ഒരു ഭാഗത്ത് ഭീകര രാഷ്ട്രം തന്നെ രൂപീകരിക്കപ്പെടുന്നു, മറുഭാഗത്ത് പലപ്പോഴും പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഉണ്ടാകുന്നു. വിപ്ലവം വിജയിക്കട്ടെ, വിപ്ലവം വിജയിക്കും, വിപ്ലവം വരും എന്ന രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അതൊരു ഹീറോയിക് ആയിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അതിൻ്റെ ഭാഗമായി ലോകത്തുടനീളം എല്ലാ മേഖലയിലും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും മാവോയിസ്റ്റ് സംഘങ്ങൾ, അർജന്റീനയിൽ, അതുപോലെ തന്നെ ഞാൻ അതെല്ലാം എണ്ണി എണ്ണി പറയുന്നില്ല, ഒരുപാടുണ്ട്, അത് എണ്ണിയാൽ തീരാത്തത്രയും. ബൊളീവിയയിൽ, അതുപോലെ തന്നെ ബ്രസീലിൽ, കൊളംബിയയിൽ, ക്യൂബയിൽ, ചിലിയിൽ, അങ്ങനെ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘങ്ങൾ ഒരുപാടെണ്ണം, ഓരോ രാജ്യങ്ങളിലും ഒരുപാടെണ്ണം നമുക്ക് കാണുകയാണ്. അവിടൊക്കെ ഈ സായുധമായി സംഘടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കും, പൊളിറ്റിക്കൽ കോഴ്സ് അതിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു രീതിയാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഏകദേശം നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എല്ലാം 1950 മുതൽ 70, 80 ആ ഒരു സമയത്താണ് ഇതെല്ലാം നടക്കുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് നമുക്ക് ഇസ്ലാമിക ലോകത്തും അല്ലെങ്കിൽ മുസ്ലിം ലോകത്തും ഇത്തരത്തിലുള്ള സായുധ സംഘങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, ആ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും മിഡിൽ ഈസ്റ്റ് അസ്ഥിരമായി തുടങ്ങിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ പലതരം പ്രശ്നങ്ങൾ, പിന്നെ സാമ്രാജ്യത്തെ ഇടപെടലുകൾ മൂലവും അല്ലാതെയും ഒക്കെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിക്കൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള യുവാക്കൾ സംഘടിച്ചുകൊണ്ടും ഇവരും ഇതേ രീതി അവലംബിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന മുസ്ലിം ഭീകര പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. അൽ ഖായിദ പോലെ, ഐസിസ് പോലെയുള്ള മുസ്ലിം ഭീകര പ്രസ്ഥാനങ്ങൾ, മുസ്ലിങ്ങൾ നേരിട്ട് നടത്തുന്ന ഭീകര പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എവിടുന്നാണ് മുസ്ലിം ഭീകര സംഘങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ എവിടുന്നാണ് ഈ ഒരു രീതി ഇവർക്ക് അവലംബിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ എവിടുന്നാണ് ഇവർ മാതൃക ഉൾക്കൊണ്ടത്? അത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഇത്തരം ഭീകര സംഘങ്ങളുടെ ചരിത്രത്തിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ രൂപത്തിൽ തങ്ങളുടെ പൊളിറ്റിക്കൽ കോഴ്സ്, തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആ ആശയത്തിന് വിജയം ഉണ്ടാകും എന്ന ചിന്ത ഇവർക്ക് ലഭിക്കുന്നത് ആ പൊളിറ്റിക്കൽ സാഹചര്യത്തിലുള്ള ഇപ്പോഴുള്ള ഒരു റിയാലിറ്റിയിൽ നിന്നാണ് അവർ അത്തരത്തിലുള്ള ആ രൂപത്തിൽ ഒരു മാതൃക ഉൾക്കൊള്ളുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും മുസ്ലിം ഭീകര സംഘങ്ങൾ എന്ന് പറയുമ്പോൾ നേരെ അത് ഖുർആനിലേക്ക്, ഹദീസിലേക്ക് എന്ന രൂപത്തിൽ കണക്ട് ചെയ്യുന്ന പല ആളുകളുണ്ട്. റിലീജിയസ് ടെക്സ്റ്റുകളിലേക്ക് എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, റിലീജിയസ് ടെക്സ്റ്റുകളിൽ നിന്നായിരുന്നു പ്രചോദനമെങ്കിൽ, നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഖുർആൻ എടുക്കുക, ഇസ്ലാമിനെ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിലും ഖുർആൻ എടുത്തു നോക്കിയാൽ ഖുർആൻ ഇവിടെ അവതരിച്ചിട്ട് 1400 വർഷമായി. 7-ാം നൂറ്റാണ്ട് മുതലേ ഖുർആൻ ഇവിടെ ഉണ്ട്. അതിനനുസരിച്ച് ജീവിക്കുന്ന ഏറ്റവും അതിനോട് പ്രതിബദ്ധത പുലർത്തിയ ഏറ്റവും നല്ല സമൂഹം കടന്നുപോയിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിലെയും 8-ാം നൂറ്റാണ്ടിലെയും 9-ാം നൂറ്റാണ്ടിലെയും മുസ്ലിങ്ങൾ. അവരിലൊന്നും ഇത്തരത്തിലുള്ളൊരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ളൊരു, നമ്മൾ ഈ ടെററിസം എന്ന് വിളിക്കുന്ന സിവിലിയൻസിനെ ആക്രമിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ കോഴ്സ് നേടിയെടുക്കുക എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് കാണാം. യുദ്ധങ്ങളുണ്ട്, തീർച്ചയായും യുദ്ധങ്ങളുണ്ട്. അതെല്ലാ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എംപയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ യുദ്ധം കാണാൻ സാധിക്കും. പക്ഷേ ഈ സിവിലിയൻസിനെ ആക്രമിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ കോഴ്സ് നേടിയെടുക്കുക എന്ന് പറയുന്നൊരു സംഭവം, ഇത് നമുക്ക് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇങ്ങോളം കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ കാണുന്നത് അവസാനം ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. അത് തന്നെ ഈ പറഞ്ഞ ഗറില്ല സംഘങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് സംഘങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ജൂത ഭീകര സംഘടനകൾക്ക് ലഭിക്കുന്ന അവരുടെ ഫലപ്രാപ്തിയിൽ നിന്നുമെല്ലാം ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് മുസ്ലിം ഭീകര സംഘങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരം ഭീകരതയെയും ഭീകര സംഘങ്ങളെയും എല്ലാം അനലൈസ് ചെയ്യുന്നതിൽ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കും. തീർച്ചയായും അവർ ഖുർആൻ ഉദ്ധരിക്കും, അവർ ഹദീസുകൾ ഉദ്ധരിക്കും, അല്ലെങ്കിൽ അവർ ഇസ്ലാമിൻ്റെ മുദ്രാവാക്യങ്ങളെ, അല്ലാഹു അക്ബർ ഉദ്ധരിക്കും, യാതൊരു സംശയമില്ല. അവർ മുസ്ലിങ്ങളായിക്കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള രീതി ഇൻസ്പയർഡ് ആയിട്ടുള്ളത് എവിടുന്നാണ്? അത് റിലീജിയസ് ടെക്സ്റ്റിൽ നിന്നായിരുന്നെങ്കിൽ പണ്ടേ അത് വേണമായിരുന്നു. എന്തുകൊണ്ട് 1980-കളിൽ മാത്രം ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഉണ്ടാകുന്നു? അപ്പം അതിൻ്റെ അർത്ഥം ഇത് റിലീജിയസ് ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ്ലി വരുന്നതല്ല, മറിച്ച് അവർ മാതൃകയെ ഉൾക്കൊള്ളുന്ന ഇത്തരം സംഘങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ ക്ലിയറാണ്. പക്ഷേ അവർ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്താൻ, ഏതൊരാളും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കും. ഒരു മുസ്ലിമായ ഒരാൾ ഞാൻ ചെയ്യുന്ന കാര്യം മതത്തിനെതിരൊന്നും അല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും, സ്വാഭാവികമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ആൾ ഞാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഗറില്ല സംഘം നടത്തുന്ന ഒരു മാവോയിസ്റ്റായ ഒരാൾ ഞാൻ ചെയ്യുന്നതാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് അയാൾ സ്വയമെങ്കിലും അത് ന്യായീകരിക്കാൻ ശ്രമിക്കും, സ്വാഭാവികമാണ്. ഒരു ക്രൈസ്തവനായ ആൾ ഞാൻ ചെയ്യുന്നത് ബൈബിൾ അനുസരിച്ചാണ് എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കും, സ്വാഭാവികമാണ്. ഒരു ഹൈന്ദവനായ ആൾ ഞാൻ ചെയ്യുന്നതാണ് സനാതനധർമ്മം എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കും, സ്വാഭാവികമാണ്.
ഇത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങളായ ആളുകൾ അവർ ഈ തരത്തിലുള്ള മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അവർ പലതും ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അവർ മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അതിനെ ന്യായീകരിക്കാൻ അവർ ശ്രമം നടത്തുകയും റിലീജിയസ് ടെക്സ്റ്റുകൾ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ റിലീജിയസ് ടെക്സ്റ്റിൽ അത് നേരിട്ടുണ്ടായിരുന്നെങ്കിൽ ആ 7-ാം നൂറ്റാണ്ട് മുതലേ ഇത്തരം ഒരു രീതി ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മൾ ഭീകരതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഇത് പറയുമ്പോൾ ഒരുപക്ഷേ പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ സംഘങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല ഭീകര സംഘങ്ങളും സായുധ സംഘങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് മതപരമായി നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ മാത്രം കാണുന്നു എന്നൊരു ചോദ്യം പലപ്പോഴും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഓക്കെ, എല്ലാവരിലും തീവ്രവാദികളൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ മുസ്ലിങ്ങളിലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ജൂത തീവ്രവാദ സംഘങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, ഇർഗുനും ലേഹിയും ഒക്കെ. ആ ജൂത ഭീകര സംഘങ്ങൾ ഉണ്ടായിരുന്നു, അവർ വലിയ കൂട്ടക്കൊലകൾ നടത്തിയിരുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ തീവ്ര സംഘങ്ങളുടെ തുടർച്ചയാണ്. അതിന് നേതൃത്വം നൽകിയ ആളുകളാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിമാർ പോലുമായിട്ടുള്ളത്. അങ്ങനെ ഭീകര സംഘങ്ങളുടെ നേതാക്കന്മാരാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിമാരും മന്ത്രിമാരും പോലും ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തത്, ഇനി ബാക്കി മതങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്ക് എല്ലാ മതത്തിലും ഇത്തരത്തിലുള്ള സംഘങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ക്രിസ്ത്യാനിറ്റി എടുക്കാം. ക്രിസ്ത്യൻ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ടെററിസ്റ്റ് അല്ലെങ്കിൽ ആംഡ് ഗ്രൂപ്പുകളെ നമ്മൾ പരിശോധിച്ചൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും കൂക്ലക്സ് ക്ലാൻ, KKK എന്ന് പറയുന്ന അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീകര സംഘടന, ഒരുപാട് തരത്തിലുള്ള ഇത്തരത്തിലുള്ള അക്രമങ്ങളും പിന്നെ ഭീകര പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് KKK എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആർമി ഓഫ് ഗോഡ് എന്ന് പറയുന്ന സംഘടന. അത് ഇതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ്. അതുപോലെ തന്നെയാണ് ലോർഡ്സ് റെസിസ്റ്റൻസ് ആർമി എന്ന് പറയുന്ന സംഘടന. ഇതൊക്കെ ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ ക്രിസ്ത്യാനിറ്റിയുമായി ഇങ്ങനെയുള്ള ഒരുപാടുണ്ട്. ഞാൻ ഒരു 3 ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഈ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഒരുപാട് തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ മീഡിയ പോർട്രേയിങ് എന്ന് പറയുന്നത് ഇതിലേക്ക് കൂടുതലായിട്ട് വരില്ല. ഇപ്പോൾ പലതും സുഡാനിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തീയ ഭീകര സംഘടനകൾ, അവർ സുഡാനിൽ പല കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. പക്ഷെ അത് ദിവസവും നമ്മുടെ വാർത്തയിൽ എത്ര ദിവസം സുഡാനിൽ നിന്നുള്ള വാർത്ത നമ്മളിലേക്ക് വരുന്നുണ്ട്, എത്ര ദിവസം നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നുള്ള വാർത്തകൾ നമ്മുടെ ഫീഡിലേക്ക് വരുന്നുണ്ട്. വളരെ കുറച്ചേ വരാറുള്ളൂ. അപ്പോൾ അത് മീഡിയ കവറേജ് അതിൻ്റെ കുറവായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങളുടെ വാർത്തകൾ നമ്മൾ കൺസ്യൂം ചെയ്ത് കുറവാണെന്ന് മാത്രം. പക്ഷേ അത്തരത്തിലുള്ള ഭീകര സംഘടനകൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇനി ബുദ്ധമതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിസ്റ്റ് അഫിലിയേറ്റഡ് ടെററിസ്റ്റ് അല്ലെങ്കിൽ ആംഡ് ഗ്രൂപ്പുകളെ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും പ്രധാനമായിട്ടും 969 മൂവ്മെൻറ്റ്, അതായത് അഷിൻ വിരാതുവിൻ്റെ നേതൃത്വത്തിലുള്ള പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ മ്യാൻമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള അവിടെയുള്ള മുസ്ലിങ്ങളെ അതിക്രൂരമായി വേട്ടയാടിക്കൊണ്ട് ഈ രോഹിംഗ്യൻ അഭയാർത്ഥികളെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ അഷിൻ വിരാതുവിൻ്റെ നേതൃത്വത്തിലുള്ള, അഷിൻ വിരാതു എന്ന് പറയുന്ന അത്രയും ക്രൂരനായിട്ടുള്ള ഒരു തീവ്രവാദിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 969 എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ബോഡു ബാലസേന BBS എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധ തീവ്രവാദ സംഘടനയാണ്. അതുപോലെ തന്നെയാണ് ഡെമോക്രാറ്റിക് കാരൻ ബുദ്ധിസ്റ്റ് ആർമി DKBA എന്ന് പറയുന്നത് മറ്റൊരു ബുദ്ധ തീവ്രവാദ സംഘടനയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം മ്യാൻമറിൽ തന്നെ പല പല അരാക്കൻ ആർമിന്നോ അങ്ങനെ പല രൂപത്തിലുള്ള ആർമി എന്ന് വിളിച്ചുകൊണ്ടുള്ള പല സായുധ സംഘടനകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതൊക്കെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സായുധ സംഘടനകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഹിന്ദു അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഹിന്ദുത്വ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആംഡ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ തീവ്രവാദ സംഘടനകളൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപാടെണ്ണം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസവും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അടിച്ചു കൊലപാതകങ്ങളും അതുപോലെ തന്നെ പെട്രോൾ ഒഴിച്ചുള്ള കൊലപാതകങ്ങളും ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ടുള്ള വീടുകൾ തകർക്കലുകളും എല്ലാം നമ്മൾ ദിവസവും വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അതിൽ പല പേരുകളാണ്, ഓരോ ദിവസവും ഓരോ പേരുകളാണ് നമ്മൾ കാണുക. അതിൽ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തത് ഒരു 12 ലിസ്റ്റ് ചെയ്തെന്ന് മാത്രം ഒരുപാടെണ്ണം നമുക്ക് കാണാൻ സാധിക്കും. അഭിനവ് ഭാരത്, അഖിൽ ഭാരതീയ ഹിന്ദു മഹാസഭ, ബജ്രംഗ് ദൾ, അതുപോലെ തന്നെ ഹിന്ദു രാഷ്ട്രസേന, ഹിന്ദു സേന, അതുപോലെ തന്നെ ഹിന്ദു യുവവാഹിനി, കർണി സേന, അതുപോലെ തന്നെ മഹാരാഷ്ട്ര നവനിർമാൺ സേന, അതുപോലെ തന്നെ രൺവീർ സേന, രാഷ്ട്രീയ സ്വയം സേവക് സംഘ് RSS. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഈ രൂപത്തിൽ ആയുധ പരിശീലനം നേടുന്ന ഒരു സംഘടനയാണ് യഥാർത്ഥത്തിൽ ആംഡ് ഗ്രൂപ്പാണ് RSS എന്ന് പറയുന്നത്.
വേറെ ഒരു രാജ്യത്തിന്റെ സേനയല്ല ഇത്. മറിച്ച് ഈ രൂപത്തിൽ ആംഡ് ഗ്രൂപ്പായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആർഎസ്എസ് എന്ന് പറയുന്നത്. സനാതൻ സംസ്ഥ, അതുപോലെ തന്നെ ശ്രീരാം സേന, വിശ്വ ഹിന്ദു പരിഷത്ത്, ഇങ്ങനെയുള്ള ഒരുപാട് സംഘങ്ങൾ. ഇതിൽ പലതും നേരിട്ട് തന്നെ വയലൻസുകളിൽ പങ്കെടുത്തിട്ടുള്ള, അതുപോലെ തന്നെ ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള, കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള. ഗുജറാത്ത് കലാപം നമുക്കറിയാം, ഡൽഹി കലാപം നമുക്കറിയാം, ബംഗാൾ കലാപം നമുക്കറിയാം. അതുപോലെ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള കലാപങ്ങളും സ്ഫോടനങ്ങളും എല്ലാം നമ്മൾ മക്ക മസ്ജിദും സംജോതയും അങ്ങനെയുള്ള ഒരുപാട് പലതും ഫാൾസ് ഫ്ലാഗുകളായിട്ടും, അതായത് മുസ്ലിങ്ങൾ നടത്തിയതായിട്ട് പറയുകയും പിന്നീട് അവസാനം ഇത്തരത്തിലുള്ള ആളുകൾ നടത്തിയതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൽ പോലും അത്തരത്തിലുള്ള ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആംഡ് ഗ്രൂപ്പുകൾ ഒരുപാടെണ്ണം ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ എല്ലാ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തിലുള്ള ആംഡ് ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ ചോദിക്കും, ആയിക്കോട്ടെ, എന്നാലും അങ്ങനെ സംഘങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും മുസ്ലിം തീവ്രവാദികളല്ലേ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന അവരല്ലേ? എന്താ കണക്ക്? നമ്മൾ ഈ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മുമ്പിൽ വരുന്നത് ഐസിസ് അവിടെ സ്ഫോടനം നടത്തി, അല്ലെങ്കിൽ ഇന്ന ആളുകൾ സ്ഫോടനം നടത്തി എന്നുള്ള അവിടെയാണ് ഈ മീഡിയ കവറേജ് എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ വാർത്തകൾ, സിറിയയിൽ ഒരു സ്ഫോടനം നടന്നാൽ, അല്ലെങ്കിൽ ഇറാഖിൽ ഒരു സ്ഫോടനം നടന്നാൽ നമ്മൾ എന്തായാലും അറിയും. പക്ഷേ അതേ സമയത്ത് നമ്മുടെ രാജ്യമല്ലാതിട്ട് പോലും നോർത്തേൺ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ നിരന്തരമായി നടക്കുന്ന ഭീകരാക്രമണങ്ങൾ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ അതിൻ്റെ വാർത്തകൾ വരുമ്പോൾ പോലും ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനെ ഒരു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുമില്ല. ഇപ്പം ന്യൂസിലാൻഡിൽ ഒരു മുസ്ലിം പള്ളിയിലേക്ക് കയറി ചെന്നുകൊണ്ട് ഒരു ഭീകരവാദി വലിയൊരു ഭീകരാക്രമണം നടത്തുകയും ഇത് മുസ്ലിങ്ങളെ പുറത്താക്കാനുള്ളതാണ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ തീവ്രവാദിയുടെ വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ക്രൈസ്റ്റ് ചേർച്ച് ആക്രമണം എന്ന് പറയുന്നത്. ആ ക്രൈസ്റ്റ് ചേർച്ച് ആക്രമണം ഒരിക്കലും ഒരു ക്രിസ്ത്യൻ ഭീകരവാദ ആക്രമണം എന്ന രൂപത്തിൽ എവിടെയും വാർത്ത വന്നിട്ടില്ല. പക്ഷേ എന്നാൽ അതേ സമയത്ത് ഒരു സിറിയയിൽ ഒരു ISIS കാരനായിരുന്നു അത് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ISIS ആക്രമണം, ഇസ്ലാമിക ഭീകരാക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ചർച്ച പോകും. ഇവിടെയാണ് പ്രശ്നം. ഈ ചർച്ചകളും അതുപോലെ തന്നെ മീഡിയ പോർട്രേയും അതിന് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റിയുമെല്ലാം തീർച്ചയായും അത് മാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ നമ്മൾ സംഘടനകളെ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള എല്ലാ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാ ആശയങ്ങളുമായി മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ഈ തീർത്തും മതരഹിതമായിട്ടുള്ള കമ്മ്യൂണിസം പോലെയുള്ള, മാവോയിസം പോലെയുള്ള ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതിൻ്റെ ആദർശത്തിൽ നിന്ന് മാത്രമല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെൻറ്റാലിറ്റിയാണ്. ഞങ്ങൾക്കൊരു ഒരു സ്വപ്നമുണ്ട്, ഒരു പൊളിറ്റിക്കലായ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നേടിയെടുക്കാൻ ഞങ്ങൾ ഈ വഴി സ്വീകരിക്കും. എന്താണ് ആ വഴി? നിരപരാധികളെ കൊന്നുകൊണ്ട്, നിരപരാധികളെ ഉപദ്രവിച്ചുകൊണ്ട് പ്രസക്തി നേടുക, അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കുക. അതുവഴി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ പൊളിറ്റിക്കൽ കോഴ്സിലേക്ക് നടന്നെടുക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, എന്നാലും നമ്മൾ ഒരു ടെറർ ഇൻഡെക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ടെററിസ്റ്റ് സംഘടനകളായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ടെററിസ്റ്റ് സംഘടനകൾ നോക്കിയാൽ ഇത്ര അങ്ങോട്ട് കാണൂലല്ലോ. ശരിയാണ്, പല സംഘടനകളും ടെററിസ്റ്റ് സംഘടനകളായിട്ട് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. പക്ഷേ ചിലതൊന്നും അങ്ങനെയല്ലല്ലോ. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ഈ കൂക്ലക്സ് ക്ലാൻ പോലെയുള്ള, അതുപോലെ തന്നെ 969 അതുപോലെയുള്ള പല സംഘടനകളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർ നടത്തിയ ഭീകരാക്രമണങ്ങൾ അത്രമേൽ വലുതാണ്. അത്രയും വലിയ ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള അത്തരം സംഘങ്ങളെ പോലും ഇപ്പോൾ ഇന്ത്യയിലുള്ള ഹിന്ദുത്വ സംഘടനകൾ നോക്കുക, അടിച്ചു കൊല്ലുകയും അതുപോലെ തന്നെ പെട്രോൾ ഒഴിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുള്ള വലിയ കലാപങ്ങൾ നടത്തിയിട്ടുള്ള, ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ടുള്ള കലാപങ്ങൾ നടത്തിയിട്ടുള്ള ഹിന്ദുത്വ സംഘടനകളെ പോലും ഗവൺമെൻറ് ഒഫീഷ്യലി അവരെ ടെററിസ്റ്റ് ഗ്രൂപ്പായി കാറ്റഗറൈസ് ചെയ്യില്ല. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. അത് സാംസ്കാരിക സംഘടനയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പല കാരണങ്ങൾ കൊണ്ട് അത് ടെററിസ്റ്റ് സംഘടനയായി അതിനെ അഫിലിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ടെറർ ആക്രമണങ്ങൾ എന്ന ലിസ്റ്റിൽ നമ്മൾ കണക്കെടുക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഒന്നും ലിസ്റ്റ് വരില്ല. ഇന്ത്യയിൽ ദിവസവും എന്ന് പറഞ്ഞതുപോലെ ദളിതന്മാരെയും മുസ്ലിങ്ങളെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊരിക്കലും ടെററിസ്റ്റ് ആക്രമണം എന്ന രൂപത്തിൽ എന്ത് ചെയ്യില്ല, അത് വരില്ല. അത് പ്രാദേശികമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം എന്ന രൂപത്തിലാണ് പലപ്പോഴും അതിൻ്റെ കണക്കുകൾ വരിക. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഇൻഡെക്സുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നം. എന്നാൽ അതേസമയത്ത് മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയല്ല അവസ്ഥ. മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസ് എല്ലാവരും ഈവൻ ആംഡ് ഗ്രൂപ്പ് ആകണമെന്ന് പോലുമില്ല, ആശയപരമായി തന്നെ കുറച്ചുകൂടി ഒരു തീവ്രം എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഘടനകളിലെ പോലും തീവ്രവാദ സംഘടനകൾ എന്നാണ് അഫിലിയേറ്റ് ചെയ്യുക. ഗൾഫ് കൺട്രീസിൻ്റെ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള പൊതുവായിട്ടുള്ള രീതിയാണത്.
അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്ന കൊലപാതകങ്ങളും ഒക്കെ നേരെ ടെററിസ്റ്റ് ആക്രമണങ്ങൾ എന്ന രൂപത്തിൽ തന്നെ ലിസ്റ്റ് ചെയ്യാനും അതിന്റെ കണക്കുകൾ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് പോലെ അമേരിക്കയിൽ കൂക്ലക്സ് ക്ലാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ ഭീകര സംഘടനകളൊക്കെ നടത്തുന്ന ആക്രമണങ്ങളൊന്നും എന്ത് ചെയ്യില്ല. യൂറോപ്പിലും ഒക്കെ അവർ നടത്തുന്ന ഫാർ റൈറ്റുകൾ നടത്തുന്ന ആക്രമണങ്ങളൊന്നും ഈ ടെററിസം എന്നുള്ളതിന്റെ പരിധിയിൽ വരില്ല. അത് പലപ്പോഴും ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾ എന്ന രൂപത്തിലൊക്കെയാണ് പലപ്പോഴും അത് ലിസ്റ്റ് ചെയ്യപ്പെടുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഭീകരാക്രമണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതാര് ചെയ്താലും, അത് ഏത് വ്യക്തി ചെയ്താലും, ഏത് സംഘം ചെയ്താലും, ഏത് മതക്കാർ ചെയ്താലും അത് തെറ്റാണ്. കാരണം നിരപരാധികളായിട്ടുള്ള, താൻ എന്തിന് കൊല ചെയ്യപ്പെടുന്നു എന്നുപോലും മനസ്സിലാക്കാതെ മരണപ്പെട്ടു വീഴുന്ന സാധാരണക്കാർ, അത് കൊല്ലുന്നത് ഏത് ആശയത്തിന്റെ പേരിലാണെങ്കിലും, ഏത് മുദ്രാവാക്യത്തിന്റെ പേരിലാണെങ്കിലും, ഏത് പൊളിറ്റിക്കൽ കോസിന്റെ പേരിലാണെങ്കിലും അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെ പലപ്പോഴും അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസിനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് അത് കുറച്ച് മുസ്ലിങ്ങൾ ചെയ്യുന്നതല്ലേ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോടുള്ള ഒരു പുറംതിരിഞ്ഞ് നിൽക്കലാണ് എന്ന് മനസ്സിലാക്കുകയും, തീവ്രവാദം എന്നുള്ളത് അത്തരമൊരു ഐഡിയോളജി തന്നെ, അത്തരത്തിലുള്ള ഒരു രീതി തന്നെ എങ്ങനെ ഉണ്ടായി എന്നും, എപ്പോൾ മുതൽ ഉണ്ടായി എന്നും, എന്തൊക്കെയാണ് അതിൻ്റെ രീതികളെന്നും, ഏതൊക്കെ സംഘടനകളാണ് ഉള്ളത് എന്നും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ആ രൂപത്തിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുവാനും മനസ്സിലാക്കാനും ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.